ഗൈസ് കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു. പ്ലാനിങ് ഒക്കെ സുജുവിന്റെ ആയിരുന്നു. സോ സുജു പറയണത് ഞങ്ങൾക്ക് ഒരു ചേഞ്ച് വേണം എന്നിട്ട് അതുകൊണ്ടാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പെട്ടെന്നായിരുന്നു ട്രിപ്പ് പ്ലാനിങ്. അപ്പൊ ഞങ്ങൾ ട്രിപ്പ് 1 ഡേ ട്രിപ്പാണ് കേട്ടോ. പക്ഷെ ഇവിടുന്ന് ഒരു 500 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ യാത്രയിലാണ്. അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കണം അല്ലേ കണ്ണാ? പെട്രോൾ അടിക്കാൻ നിർത്തിയിരിക്കാം. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ടുണ്ട് ടിം ഹോട്ടൻസിനാണ്. ഞാൻ ടർക്കി സാൻഡ്വിച്ച്, ചിക്കു മേടിച്ചിരിക്കുന്നത്. ചിക്കു മാത്രം ഫാമസ് റാപ്പാണ്. സുജു ടർക്കി, പിന്നെ അമ്മയും ടർക്കി സാൻഡ്വിച്ചാണ്. അമ്മ കഴിച്ചോട്ടെ. സുജ ഇഷ്ടമായിരുന്നു? ഇഷ്ടായോ? കഴിക്കണ്ടല്ലോ. ചിക്കു ഉറങ്ങാനുള്ള സെറ്റപ്പാട്ടോ. എപ്പോൾ വണ്ടിയിൽ കയറിയാൽ ആൾ ബെഡ്ഷീറ്റും തലോണയായിട്ട് വരുമല്ലോ. ഇന്നെന്താണ് ആളുടെ ഡോളായിട്ടാണ് വന്നിരിക്കുന്നത്. സുജുവും ചിക്കും അമ്മയും കൂടി പിന്നെയും കടയിൽ കയറിയിട്ടുണ്ട്. ജ്യൂസ് എന്തെങ്കിലും മേടിക്കാനാന്ന് തോന്നുന്നു. ഞാൻ മാത്രം വണ്ടിയിൽ വെയിറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് 1 മണിക്കൂറും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 120 കിലോമീറ്ററും കൂടി പോകാനുണ്ട് കേട്ടോ. കുറച്ചും കൂടി നേരത്തോടെ ഇറങ്ങുന്നതായിരുന്നു. പക്ഷെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് മടിയായിട്ടാണ് കുറച്ച് ഇത്രയും വൈകിയത്. കുഴപ്പമില്ല, നോക്കാം. സുജു കോഫി മേടിച്ചിട്ടുണ്ട്, എനിക്ക് കോഞ്ചർ മേടിച്ചിട്ടുണ്ട്. ചിക്കനൊന്നും വേണ്ട, അമ്മയ്ക്കൊന്നും വേണ്ട. ഗൈസ് ഞങ്ങൾ എത്തി. വണ്ടി പാക്കാൻ കുറച്ച് ടൈം എടുത്തു. കുറേ നല്ല തിരക്കാണ്, നല്ല തിരക്ക്. വണ്ടി പാക്കാൻ നമുക്കൊരു സ്ലോട്ട് പോലും, ഞാൻ 3 മണിക്കൂർ എടുത്തിട്ടുണ്ട്, ഒരു സ്ലോട്ട് പോലും ഉണ്ടായിരുന്നില്ല. കുറേ കറങ്ങിയാണ് കേട്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചത് വണ്ടിയിൽ തിരക്ക് കാണുമ്പോൾ ഒരു സ്ഥലത്ത് പോലും പാക്കാൻ നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ടാവില്ല. ഏറ്റത്തോരം കിട്ടിയപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫസ്റ്റ് പോണത് മ്യൂസിയത്തേക്കാണ്. ടൈറ്റാനിക് മ്യൂസിയം കാണാമെന്ന് വിചാരിച്ചു. എന്തായാലും ടൈറ്റാനിക് ഒരു ഇതിഹാസമായതുകൊണ്ട് നമുക്കതൊന്ന് ഇവിടെ ഉള്ളപ്പോൾ കാണാൻ തന്നെ വിചാരിച്ചു അല്ലേ കണ്ണ? യെസ്. ഇത് ഹാലിഫാക്സിൻ്റെ ഒരു സെക്ടർ നല്ലതാ വരുന്നത്. ഇതാ രസമല്ലേ?
the skull recovered from Sable Island. Are you familiar with Sable Island at all? Would you like to hear a bit of it? We'll go on the other side. ഇത് ടൈറ്റാനിക് ഷിപ്പിനെ പറ്റിയിട്ട് ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങളാണ്. എത്ര പാസഞ്ചേഴ്സും ക്രൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന് എത്ര എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പിന്നെ ടൈറ്റാനിക്കിൻ്റെ വെയിറ്റ് എത്രയായിരുന്നു, പിന്നെ അതിൻ്റെ ഫുൾ ഗ്രാഫ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ വായിച്ച് തന്നെ പോയാലാണ് അത് മനസ്സിലാവുള്ളൂ. പിന്നെ ടൈറ്റാനിക് എത്ര നാൾ കൊണ്ടാണ് പണിതത്, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അത് ചില്ലിൻ്റെ ഉള്ളിലായ കാരണം നമുക്ക് അത്ര ക്ലിയർലി കാണാൻ പറ്റില്ല. പിന്നെ ടൈറ്റാനിക് മറയണ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോട്ടോ അല്ല, ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ നമ്മുടെ കപ്പലിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ പണ്ടത്തെ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ സംഭവങ്ങൾ കാണാത്ത സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. നല്ല എന്താ പറയുക, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി. സുജു പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഹോട്ടൽ വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ താമസിക്കാൻ വന്നിട്ടുണ്ട് ഒരു ദിവസം. എന്താണ് സുജു ഇനി വേറെ സ്ഥലമൊന്നും എക്സ്പ്ലോർ ചെയ്താലോ? മ്യൂസിയം ഒക്കെ കണ്ടു. പിന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. You guys take care and stay safe. Bye. It's me Shilpa signing off. It's me signing off, Atvika. ഞങ്ങൾ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും.